അങ്ങനെ സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് ചെന്ന് പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അപ്പം ബിഗ് ബോസിൻ്റെ ഒരു വാർണിങ്ങും നമ്മുടെ സീക്രട്ട് ഏജൻറ്റിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാണേലും പുറത്ത് ഇത്രത്തോളം കാര്യങ്ങളെ നല്ല രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓരോ വശത്തെക്കുറിച്ചും സംസാരിക്കുന്ന സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ്റ് എന്ന യൂട്യൂബ് ചാനലിലുള്ള വ്യക്തി അങ്ങനെ ഉള്ളിൽ പോയിട്ട് തോന്നണ രീതിയിൽ തോന്നണ വർത്തമാനം പറയുന്നത് ഞാൻ ഒരു കാലത്തും വിശ്വസിക്കുന്നില്ല. കാരണം കഴിഞ്ഞ സീസൺ മുതൽ ഈ സീസൺ ആണെങ്കിലും ബിഗ് ബോസിനെ, അതായത് പുള്ളി ബിഗ് ബോസിനുള്ളിലേക്ക് പോകുന്നത് വരെ ബിഗ് ബോസിലെ ഓരോ മത്സരാർത്ഥികളെയും നല്ല രീതിയിൽ വിലയിരുത്തിക്കൊണ്ടിരുന്ന സായി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ദിവസം പെട്ടെന്ന് ഒരു ഐഡിയയും ഇല്ലാതെയല്ല ബിഗ് ബോസിലേക്ക് പോകുന്നത്. പുള്ളീൻ്റെ ഭാര്യയും പുള്ളീൻ്റെ കൂട്ടുകാരനൊക്കെ ഇപ്പോൾ വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളീൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആയിരുന്നു. അപ്പം പുള്ളി ഒരു ലക്ഷ്യവുമില്ലാതെ ഒരിക്കലും ബിഗ് ബോസിലേക്ക് പോവില്ല, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരിക്കലും ബിഗ് ബോസിലേക്ക് പോവില്ല. പക്ഷേ ഈ കൊണ്ടുപോകുന്ന പ്ലാനിങ് ഒക്കെ ബിഗ് ബോസിൽ നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും പുള്ളി ഇപ്പം ചെന്ന് കയറിയിട്ടേ ഉള്ളൂ. അപ്പം ജാസ്മിനോടാണ് പുള്ളി ജാസ്മിൻ്റെ കാര്യങ്ങളൊക്കെ, പുറത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്, പുറത്ത് എത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾ ജബ്രി കോംബോ എങ്ങനെയാണ് പുറത്ത് വിലയിരുത്തപ്പെടുന്നത് തുടങ്ങിയ എല്ലാ കാര്യം വെച്ചാൽ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ബിഗ് ബോസിൻ്റെ വാർണിംഗ് വന്നു, പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ പറയരുത്. പക്ഷേ ബിഗ് ബോസ് ഓൾറെഡി ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് പുറത്ത് കിടക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറയാം അല്ലെങ്കിൽ ചില സൂചനകളൊക്കെ കൊടുക്കാം എന്നുള്ള രീതി തന്നെയായിരിക്കും ഉള്ളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടാവുക. പക്ഷേ വൈൽഡ് കാർഡായിട്ട് ചെന്നവർ പറഞ്ഞപ്പോൾ എന്താണ്, പുറത്തുള്ള എല്ലാ കാര്യവും മൊത്തമായിട്ട് ഇപ്പം ജാസ്മിൻ ഏകദേശം മനസ്സിലായ രീതിയിലാണ്. പക്ഷെ എന്താണെങ്കിലും ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഉണ്ട്. ഇപ്പോൾ അവരെന്താണ് എല്ലാവരും സായി കൃഷ്ണനെ പെട്ടെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കുറേ വീഡിയോസാണ് കണ്ടത്. അയാൾ ചെന്ന് കയറിയപ്പത്തിനും എല്ലാം പറഞ്ഞു, അപ്പുറത്ത് പോയിട്ട് വേറൊരു കാര്യം പറഞ്ഞു, ഇപ്പുറത്ത് പോയിട്ട് മറ്റൊരു കാര്യം പറഞ്ഞു തുടങ്ങി അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് അയാളുടെ ഗെയിം, ഇതാണോ അയാളുടെ ഗെയിം, ചിലപ്പോൾ ഇതായിരിക്കാം അയാളുടെ ഗെയിം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും സീസണും ബിഗ് ബോസ് ഫുള്ളിരുന്ന് കണ്ട് അതിനെ അനാലിസിസ് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം ബിഗ് ബോസിലേക്ക് പോയിട്ട് ചെന്ന് പിറ്റേ ദിവസം തന്നെ പൊട്ടത്തരം വിളിച്ച് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ അയാൾക്ക് അതിനകത്തൊരു ഗെയിം ഉണ്ടാകാം. അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ. നമുക്ക് കായികപരമായി നേരിടാൻ പറ്റുന്നില്ലല്ലോ, പക്ഷെ നമുക്ക് മാനസികപരമായി എങ്ങനെ വേണേലും ഒരു വ്യക്തിയെ തളർത്താം. ഇപ്പം പുറത്ത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഷെയ്ഡ് ഓൾറെഡി ജാസ്മിന് വന്നു എന്ന് ജാസ്മിൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ജാസ്മിൻ ഇനി കളിക്കാൻ പോകുന്ന രീതി ചിലപ്പോൾ നന്നാക്കിയെടുക്കും, ചിലപ്പം ഇപ്പോഴേ എനിക്ക് നെഗറ്റീവ് ഷെയ്ഡ് വന്നു, ഇനി അത് പോസിറ്റീവായി മാറാൻ ഒരു സാധ്യതയില്ല, അതുകൊണ്ട് ഇനി നന്നായിട്ട് കളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്തയും ജാസ്മിൻ്റെ മനസ്സിൽ വരും. ഇതൊക്കെ ഗെയിമാണ്. ചിലപ്പം പുറത്തിപ്പോൾ ജാസ്മിന് ഭയങ്കര സപ്പോർട്ടായിരിക്കാം, പക്ഷെ ഉള്ളിൽ ചെന്ന് നമുക്ക് പറയാമല്ലോ ജാസ്മിന് പുറത്ത് ഒരു സപ്പോർട്ടും ഇല്ല, ജാസ്മിനെ ആൾക്കാർ അത്ര വൃത്തിയായിട്ട രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ജാസ്മിന് ഭയങ്കര ഡൗട്ടുണ്ട്. ജാസ്മിൻ ചോദിക്കുന്നതാണ്, എൻ്റെ കയ്യിൽ ഒരാൾ ഉമ്മ തന്നാൽ എങ്ങനെയാണ്, എൻ്റെ നെറ്റിയിൽ ഒരാൾ ഉമ്മ തന്നാൽ എങ്ങനെയാണത് ശരിയാവുന്നത്, അതിനിപ്പോൾ പുറത്തെന്താണ് വിഷയം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ജാസ്മിൻ കമ്മിറ്റഡ് ആണ് എന്ന് പറയുന്ന ആളുമായിട്ടുള്ള വോയിസ് പുറത്ത് വരികയും അത് ഈ സീക്രട്ട് ഏജൻറ്റ് തന്നെ അടുത്ത് റിയാക്ഷൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിന് തോന്നിക്കാണു ഞാൻ കെട്ടാൻ പോകുന്ന ആൾ വരെ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ തോന്നിക്കാണും. അത് എന്താണ് പറയുക, അതിനകത്തിപ്പോൾ സീക്രട്ട് ഏജൻറ്റിനെ അത്ര വലിയ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഗെയിമാണ്. ഇവിടെ മോന്തയ്ക്ക് അടിച്ച് പുറത്താക്കിയവരും തെറി വിളിച്ചിട്ട് പുറത്താക്കാൻ നിന്ന ആൾക്കാർ തിരിച്ച് വീടിനുള്ളിലേക്കും കയറ്റിയ ബിഗ് ബോസ് ആണിത്. അപ്പം ഇപ്പോൾ പുറത്ത് കിടക്കുന്ന കുറച്ച് കാര്യം ചെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സായി കൃഷ്ണനെ ഓൾറെഡി ഞാൻ പുറത്ത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. പുള്ളി ബിഗ് ബോസിലേക്ക് പോയപ്പം എനിക്ക് വീണ്ടും കുറച്ചും കൂടി ഇഷ്ടമുണ്ട് പുള്ളീനോട്. എന്തായാലും നോക്കാം.